കെ സുധാകരനോട് ഹൈക്കമാൻഡിലെ മുതിർന്ന നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് എന്താ? താങ്കൾ തന്നെ ആരോഗ്യത്തെക്കുറിച്ച് ആലോചിച്ചൊരു തീരുമാനം എടുക്കണം എന്നാണ്. അതായത് കെ സുധാകരൻ ഒരു ഡീസൻറ്റ് എക്സിറ്റ് കൊടുക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു. അപ്പോൾ മാന്യമായ രീതിയിൽ അദ്ദേഹത്തെ പറഞ്ഞു വിടുക, അതിന് അദ്ദേഹം തീരുമാനമെടുത്തോട്ടെ എന്നാണ്. അതെനിക്ക് തോന്നുന്നു കെ സി വേണുഗോപാലും സംഘവുമാണ് ആ തീരുമാനം എടുത്തിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ കെ സുധാകരൻ എന്ത് തീരുമാനം എടുത്തു? എങ്കിൽ ഞാനിപ്പോൾ പോകുന്നില്ല തീരുമാനം എടുത്തു. ഇന്നും അത് പറ്റി പറഞ്ഞു, ഞാൻ തന്നെ എന്നെ മാറ്റാൻ പറ്റില്ല, ഞാൻ തന്നെ പറയുന്നു എന്നെ മാറ്റാൻ പറ്റില്ല. ഹൈക്കമാൻഡ് കെ സുധാകരനോട് പറഞ്ഞത് താങ്കളുടെ ആരോഗ്യാവസ്ഥ പരിഗണിച്ച് താങ്കൾ തന്നെ ഒരു തീരുമാനമെടുത്ത് താങ്കൾ തന്നെ മാറുമ്പോഴാണ് ആ തീരുമാനം വരുന്നത്, ഞങ്ങളായിട്ട് മാറ്റുന്നില്ല. അത് കെ സുധാകരൻ്റെ അവസരമാക്കി എടുക്കുകയും ഞാൻ മാറുന്നില്ല എന്ന് തീരുമാനമെടുക്കുകയും എന്നെ മാറ്റേണ്ട ആവശ്യമില്ല എന്ന് സ്വയം തീരുമാനത്തിലെത്തുകയും ചെയ്തു. ഒരുപക്ഷെ അടുത്ത കാലത്ത് കെ സുധാകരൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുത്തൊരു തീരുമാനമാണത്, ഞാൻ ഈ സ്ഥാനത്തൊന്നും മാറുന്നില്ല. ഇത് വീണ്ടും ഹൈക്കമാൻഡിനെ വെട്ടിലാക്കി. ഇതാണ് പോയിന്റ് നമ്പർ 2. പോയിന്റ് നമ്പർ 3, കെ സുധാകരൻ നമുക്കറിയാവുന്നതുപോലെ ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരു നേതാവാണ്. അപ്പോൾ പെട്ടെന്ന് കെ സുധാകരൻ്റെ ആ സ്ഥാനത്ത് മാറ്റുക, അല്ലെങ്കിൽ തന്നെ വെള്ളാപ്പള്ളി നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കെ സുധാകരനെ അവിടെ നിന്ന് മാറ്റുന്നത് ഈഴവ വോട്ടുകൾ വളരെ ശക്തമായ രീതിയിൽ BJPയിലേക്ക് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് മാറ്റുവാൻ കഴിയുമോ എന്ന ഒരു സമുദായ ചോദ്യം കൂടി യഥാർത്ഥത്തിൽ ആശങ്ക ഉണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 3 പ്രധാനപ്പെട്ട ഫാക്ടറാണ് കെ സുധാകരനെ മാറ്റുന്നതിന് തടസ്സമായിരുന്നത്. അല്ലാതെ ഒരു പ്രധാനപ്പെട്ട ഘടകവും അവിടെ കെ സുധാകരനെ മാറ്റുന്നതിന് തടസ്സമായിട്ടില്ല.